എന്നിട്ട് കുറച്ച് ചിക്കൻ കിട്ടിയായിരുന്നു. അങ്ങനെ അമ്മച്ചി പറഞ്ഞു പോയി കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് നമുക്കിത് കറി വയ്ക്കാം. അങ്ങനെ അത് എടുക്കാനായിട്ട് പോയ സമയത്താണ് നമ്മുടെ കിണറ്റിൻ്റെ ബേക്കിൽ ഇങ്ങനെ ഒരു അതിഥി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നട്ടൊന്നുമല്ല പൊടിച്ചു വന്നതാണ്. അങ്ങനെ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കറിവേപ്പില എടുത്ത് അകത്ത് കയറിയപ്പോൾ എല്ലാം അങ്ങോട്ട് അവിടെ നിന്ന് ഉള്ളി ഒലിക്കുന്നത്. സാധാരണ ഞാനും ഉമ്മച്ചി മാത്രമേ കാണാറുള്ളൂ. ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ചമ്മന്തി ആയതുകൊണ്ട് വൈകിട്ട് ചിക്കൻ ആയതുകൊണ്ട് അവരുടെയൊക്കെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായി. പിന്നെന്താണ് നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. അതിനിടയ്ക്ക് വെച്ച് ഞാൻ ഈ കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പോയപ്പോൾ ആ പുകയെല്ലാം കൂടെ എൻ്റെ ഫോണിലോട്ട് ഇറച്ചി കയറി. പിന്നെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ആയിരുന്നേ, കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഞാൻ തുറന്ന് അവിടെ വെച്ച് ഒന്ന് ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ഇസക്കുട്ടി വന്ന് ഒന്നിൻ്റെ പകുതി എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട്. ചെന്ന് പിടിക്കാൻ നോക്കിയിട്ട് കിട്ടി. അവൾ അത് അപ്പോഴേ എടുത്ത് അതിൻ്റെ അകത്ത് വെച്ച്. പിന്നെ പൂർണ്ണചന്ദ്രൻ്റെ പകുതി ആരോ കടിച്ചുകൊണ്ട് പോയത് കണക്കുള്ളൊരു പീസ് ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. കരിഞ്ഞതാ ഒരു പരിവുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനാരും കാണാതെ എടുത്ത് അടിയിലോട്ട് വയ്ക്കണം. എന്നിട്ട് എനിക്ക് നല്ലത് ഞാൻ എടുത്തതാ തിന്നാനായിട്ട് പോകുന്നുണ്ട് ഗെയ്സ്.